സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡും പറഞ്ഞ് വരുന്ന വഴിക്ക് അതാ നായ്ക്കൾ. കേരള നാട്ടിൽ ഇപ്പം നായ്ക്കളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണല്ലോ. അങ്ങനെ വീട്ടിലെത്തി പതിവ് പോലെ ചായ ഇടാനുള്ള പുറപ്പാടിലാണ്. 2 ദിവസം പോയിട്ട് മീനൊന്നും കിട്ടിയില്ല. അങ്ങനെ 3ാമത്തെ ദിവസം പോയിരിക്കുകയാണ് റോയിച്ചാൻ മീൻ വാങ്ങാൻ. ഒന്നിപ്പഴിച്ചാൽ 3 ചായ കുടിച്ച് തീരുന്നതിന് മുമ്പേ ആൾ മീനുമായിട്ട് എത്തി. പെട്ടെന്ന് തന്നെ ചായയും കുടിച്ച് മീൻ വെട്ടാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. വാടി കിടപ്പുറത്ത് ഐസിടാത്ത മീനാണ്. ഇങ്ങനെയുള്ള മീൻ എത്ര നാൾ വേണമെങ്കിലും വെള്ളം ഒഴിച്ച് ഫ്രീസ് ചെയ്ത് വെച്ചാൽ ഒരു കുഴപ്പവും വരത്തില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. ഇന്നത്തേന് കറി വെക്കാൻ ഞാൻ തലയും പാലും എടുത്തു. ചപ്പാത്തിക്ക് പറ്റിയ കോമ്പോയാണ് ഈ ഫിഷ് കറി. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കടുക് ഉലുവയും പൊട്ടിച്ച ശേഷം ചതച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കൊച്ചുള്ളി, തക്കാളി, പച്ചമുളക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം ആ എരിവിന് ആവശ്യത്തിന് മുളകും മല്ലിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാനിവിടെ കാശ്മീരി മുളകാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ച ശേഷം നമ്മുടെ മീനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുടമ്പുളിയും ചേർത്ത് അടച്ച് വെച്ച് വേവിക്കുക. ആദ്യത്തെ തിള വരുമ്പോഴത്തേന് ഫ്ലെയിം സിമ്മിലാക്കി വെക്കുക. സമയം 7 മണി കഴിഞ്ഞ് ഇനി കുളിച്ചിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ മീൻകറി ഇവിടെ റെഡിയായി. ഇതിലേക്ക് നല്ല കുറുകിയ തേങ്ങാപ്പാലും ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ അടിപൊളി ടേസ്റ്റി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം പിന്നെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.